ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിത് വെച്ചിട്ട് നല്ലൊരു പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊന്ന് കണ്ടോക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണം. അത് തിളപ്പിച്ചൊന്ന് എടുക്കണം ആദ്യം. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുക്കണേ നമുക്ക് ഈ പാസ്ത ഉണ്ടാക്കുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പാസ്തയിൽ നമുക്ക് ചിക്കൻ ഇട്ട് വെക്കണത് നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചിക്കൻ്റെയൊക്കെ പീസ് ചെറുതാക്കി നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഇടാതെ ഉണ്ടാക്കും, പക്ഷേ അതൊരു രസം തോന്നില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കി നല്ല രസമാണ്. അപ്പോൾ നിങ്ങളൊക്കെ പാസ്ത ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് ഞാൻ ചിക്കനൊക്കെ ചെറുതാക്കി നുറുക്കി നന്നായി വൃത്തിയിൽ കഴുകിയിട്ട് ഞാൻ അതൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് പൊരിച്ച് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇത് നമുക്കിവിടെ പാസ്തക്കുള്ളതൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്ര വെന്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനിയൊരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നന്നായി പച്ചവെള്ളം കൊണ്ടൊന്ന് നന്നായി കഴുകിയിട്ട് അവിടെ നിന്ന് വെള്ളം പോകാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വെക്കാം നമുക്ക്. ആ സമയം കൊണ്ട് ഞാനിതാ ചിക്കന് പൊരിച്ച് മാറ്റിയിട്ടോ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ചട്ടിയിൽ ക്യാരറ്റ് കേട്ടോ, ക്യാരറ്റ് ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി ആ ക്യാരറ്റിലേക്ക് നമുക്ക് ഉള്ളി അങ്ങനത്തെ ഒക്കെ ഇടണം. ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുക്കറിലാണ് കേട്ടോ പാസ്ത വെക്കുന്നത്. അപ്പോൾ ഞാനിതാ കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി കുഞ്ഞതാക്കി അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തോക്കണം. അപ്പോൾ ഇങ്ങനെ ഇതാ ക്യാരറ്റ് ഇവിടെ പാകത്തിന് മൂത്ത് വന്നോക്കണം. അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ആ വലിയ ഉള്ളിയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയില ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഉള്ളി ഇതും കൂടി നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച ഉണക്കമുളകും അതൊക്കെ ഇടാറുണ്ട്. അതുപോലെ കുരുമുളക്, എരിവിന് പാകത്തിനുള്ളതൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ്റെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചിക്കനിൽ ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വൈറ്റ് സോസ് പാസ്തയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളതിൽ മുളക് പൊടിയൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ ആ ചിക്കൻ ഇട്ട് കൊടുത്തോളൂ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തോളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുളകിൻ്റെ പൊടിയല്ല, നമ്മളൊന്ന് മിക്സിയിൽ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് എരിവിന് പാകത്തിന് കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് 2-3 മുളക് എടുത്തിട്ടാണ് ചതച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് നമുക്ക് മെയ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാലും മെയ്തയാണ് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ആ മെയ്ത ഒരു 2-3 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തുക്കണം. ഈ എണ്ണയിൽ നമുക്ക് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരു നനവ് കുറവുള്ള പോലെ ഉണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ചിലർ ബട്ടറൊക്കെയാണ് കേട്ടോ ഒഴിക്കണത്. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അത് കുറച്ചുകൂടി പാലൊക്കെ ഒഴിച്ച് നന്നായി ആ കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടി ഇതാ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ബട്ടറൊക്കെ എടുത്തോളൂ കേട്ടോ. ഞാൻ ബട്ടർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് ഞാൻ അതിലിട്ട പോലെ തന്നെ ഇതിൽ കുറച്ച് ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം കുറച്ച് കുരുമുളക് ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം. നല്ല പൊടി വേണ്ട കേട്ടോ, പൊടിയല്ല, ഒന്നും കൂടി ചതച്ചെടുത്തതാണ് രണ്ടും. അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ അത് അവിടെ ഒക്കെ റെഡി ആയിക്കോളും. ഇനി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാസ്ത അവിടെ റെഡി ആവട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ചിക്കൻ മൂപ്പിച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് പാസ്തയുടെ ഇതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ ഇത് നമ്മളെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാ അടിപൊളി പാസ്ത ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഞാൻ ഇപ്പം എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി അടിപൊളിയായിട്ടുണ്ട്. അപ്പം ചിക്കൻ ഉള്ളവരൊക്കെ ചിക്കൻ ഇട്ടോളി. ആ ചിക്കൻ ഇടുമ്പോഴാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിന് മുന്നേ ചിക്കൻ ഇടാതെ ഉണ്ടാക്കിയത് എനിക്ക് പറ്റിയില്ല. ഇന്നിപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഉണ്ടാക്കിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഇത് ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോഴത്തേന് ഇതാ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നിക്കണം കേട്ടോ. പൊന്നും റിച്ചൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലേബിയും പറഞ്ഞു താത്തിയും കാക്കൊക്കെ വന്നിട്ട് ഞങ്ങളൊപ്പം തിന്നുകൊണ്ട്
അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ നല്ല രസത്തിൽ ചൂട് കൊടുക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഈ പാസ്ത. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തിരുന്നിട്ട് തിന്നുകയാണ്. അപ്പോൾ ഇതാ തൻവി അപ്പുറത്തിരിക്കുന്നുണ്ട്, പൊന്നു അതുപോലെ തന്നെ ലൈബയൊക്കെ ഞങ്ങളിത് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തിന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുക്കണു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഏതായാലും ഇത് കഴിക്കട്ടെ. അപ്പം മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.